ഹായ് ഡിയർ സ്റ്റുഡൻസ്, പ്രിപ്പറേഷൻസിൻ്റെ ഫൈനൽ ലാപ്പിലാണല്ലോ എത്തി നിൽക്കുന്നത് അല്ലേ. അപ്പം ഈ ഒരു സ്റ്റേജിൽ നിങ്ങളുടെ കോൺഫിഡൻസ് കുറയ്ക്കുക എന്നുള്ളതിനേക്കാളും കൂട്ടുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. പക്ഷേ ഞാൻ അതിനായിട്ട് ചെയ്യുന്നത് നമ്മുടെ കെമിസ്ട്രിയിലുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള കുറച്ച് ചാപ്റ്ററുകളാണ് ഇന്ന് ക്ലാസ്സിൽ ഷെയർ ചെയ്യുന്നത്. ചാപ്റ്ററുകൾ നമ്മൾ പ്രധാനമായിട്ടും തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, ഇലക്ട്രോ കെമിസ്ട്രി, റിഡോക്സ് റിയാക്ഷൻ, ഇതൊക്കെയാണ് ഇന്ന് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൽ ഈ ചാപ്റ്ററുകളെ കുറിച്ച് നമ്മൾ ചെറിയൊരു അനാലിസിസ് നമ്മൾ നടത്തുവാണെങ്കിൽ, അതായത് ഒരു 5 വർഷത്തെ കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്കതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കാം. നമുക്ക് ഇപ്പോൾ തെർമോഡൈനാമിക്സിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണെങ്കിലും ഒരു ആവറേജ് 2 ക്വസ്റ്റ്യൻസ്, ഏറ്റവും റീസെൻ്റ് ആയിട്ട് 3 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ച ഒരു ചാപ്റ്ററാണ് തെർമോഡൈനാമിക്സ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെങ്കിലും എളുപ്പമാണെങ്കിലും ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് കിട്ടുന്ന ചാപ്റ്ററാണ് തെർമോഡൈനാമിക്സ്. അതുപോലെ തന്നെ ഇക്വിലിബ്രിയം എങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചാപ്റ്ററാണ് ഇക്വിലിബ്രിയം. ഒരു വർഷം മാത്രമേ അത് നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് സംഭവിച്ചിട്ടുള്ളൂ. റിഡോക്സ് റിയാക്ഷൻ ആണെങ്കിൽ വിശ്വസിക്കാവുന്ന ചാപ്റ്റർ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എങ്ങനെയാണെങ്കിലും ഒരു ക്വസ്റ്റ്യനാണ്. അത് നോക്കിക്കേ, ഈ കഴിഞ്ഞ 5 വർഷം എടുത്ത് നോക്കുമ്പോൾ എല്ലാ വർഷവും ഓരോരോ ക്വസ്റ്റ്യൻസ് വെച്ചുണ്ട്. ചെറിയ ചാപ്റ്ററാണ്, പക്ഷേ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ബാലൻസിങ്ങിൻ്റെ കേസിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും. ഇലക്ട്രോ കെമിസ്ട്രി ആണെങ്കിലും ഇതേപോലെ തന്നെ 2 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഞാൻ ഈ 4 ചാപ്റ്ററുകളിൽ നമ്മുടെ തെർമോഡൈനാമിക്സും ഇക്വിലിബ്രിയം, ഇലക്ട്രോ കെമിസ്ട്രിയും എങ്ങനെ നോക്കിയാലും 2 അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് കിട്ടുന്ന ചാപ്റ്ററാണ്. അത് കൂടാതെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് മേ ബി വരാൻ സാധ്യതയുള്ളൊരു ചാപ്റ്ററും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളുടെ കോൺഫിഡൻസ് കുറയ്ക്കുകയല്ല എൻ്റെ ലക്ഷ്യം കേട്ടോ, കൂട്ടുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്ന് നമുക്ക് എത്രത്തോളം ഇനിയും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നൊരു സ്വയം വിലയിരുത്തലാണ് നമ്മുടെ ഈ ക്ലാസ് കൊണ്ട് ഞാൻ പ്രധാനമായിട്ട് ലക്ഷ്യമിടുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിലേക്ക് പോവുകയാണെങ്കിൽ, നമുക്ക് തെർമോഡൈനാമിക്സിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ, ഫസ്റ്റ് നമുക്ക് തെർമോഡൈനാമിക്സിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം അതിലെ ആ ടേംസ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ തെർമോഡൈനാമിക് പ്രോസസ്സിലേക്ക് പോവുകയാണെങ്കിൽ ഐസോ തെർമൽ പ്രോസസ്സ് ഉണ്ട്, അഡയബാറ്റിക് പ്രോസസ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഐസോ കോറിക് പ്രോസസ്സ് ഉണ്ട്, ഐസോ ബാറിക് പ്രോസസ്സ് ഉണ്ട്, സൈക്ലിക് പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഐസോ തെർമൽ പ്രോസസ്സിൻ്റെ പ്രത്യേകത നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓൾറെഡി നമുക്കറിയാം ടെമ്പറേച്ചർ അവിടെ കോൺസ്റ്റൻ്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ ടി 0 ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 0 ആയിരിക്കും. അതുപോലെ തന്നെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഡെൽറ്റ യുവും ഐസോ തെർമൽ പ്രോസസ്സിൽ 0 ആയിരിക്കും. അഡയബാറ്റിക് പ്രോസസ്സിലേക്ക് പോകുമ്പോഴത്തേക്കും ഒരൊറ്റ കാര്യമേ ഓർക്കാനുള്ളൂ, Q 0 ആണ്. അതായത് തെർമോഡൈനാമിക് പ്രോസസ്സ് ഇൻ വിച്ച് ദർ ഈസ് നോ ഫ്ലോ ഓഫ് ഹീറ്റ് ഇൻ ടു ദ സിസ്റ്റം ഓർ ഔട്ട് ഓഫ് ദ സിസ്റ്റം. നമ്മൾ നമ്മുടെ കയ്യിലൊരു സിസ്റ്റം എടുത്തു, ആ സിസ്റ്റത്തിലേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യുന്നുമില്ല, അതിൽ നിന്ന് പുറത്തേക്കോട്ട് ഹീറ്റ് ഫ്ലോ പോകത്തുമില്ല. അങ്ങനെയുള്ള തെർമോഡൈനാമിക് പ്രോസസ്സ് അതിനെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, അഡയബാറ്റിക് പ്രോസസ്സായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഐസോ ബാറിക് ആണെങ്കിൽ ആ പേര് കേൾക്കുന്ന പോലെ തന്നെ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് ചേഞ്ച് ഇൻ പ്രഷർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഐസോ കോറിക് ആണെങ്കിൽ വോളിയം കോൺസ്റ്റൻ്റ് ആണ്, ചേഞ്ച് ഇൻ വോളിയം ഈസ് ഈക്വൽ ടു 0. സൈക്ലിക് പ്രോസസ് മീൻസ് തെർമോഡൈനാമിക് പ്രോസസ് വിച്ച് അണ്ടർഗോ സെവറൽ ചേഞ്ചസ് ആൻഡ് ഫൈനലി റിട്ടേൺസ് ടു ദ ഇനിഷ്യൽ സ്റ്റേറ്റ്. അതായത് സൈക്ലിക് പ്രോസസ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനിഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും അവിടെ സെയിം ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ 5 പ്രോസസ്സിൻ്റെ പ്രത്യേകത ഒന്ന് ഓർത്തിരിക്കണം. ഇനി അതുകൂടാതെ അതിനോട് ബന്ധപ്പെട്ട് ഓർക്കേണ്ടതാണ് വർക്ക്. നമ്മുടെ കെമിക്കൽ തെർമോഡൈനാമിക്സിൽ വർക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരൊറ്റ ടൈപ്പ് വർക്കേ ഉള്ളൂ, പ്രഷർ വോളിയം വർക്ക്. ഈ പ്രഷർ വോളിയം വർക്ക് എടുക്കുമ്പോൾ അത് 2 ടൈപ്പിൽ വരാമല്ലോടാ. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റവും വരാം, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റവും വരാം. അതായത് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ കംപ്രഷനാണ്. ഈ വർക്ക് പ്രഷർ വോളിയം വർക്കിന് ഏറ്റവും നല്ല എക്സാമ്പിൾ നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ഈ സൈക്കിൾ പമ്പാണ്, അല്ലെങ്കിൽ സിലിണ്ടർ എൻക്ലോസ്ഡ് വിത്ത് ഗ്യാസ് ഫിറ്റഡ് വിത്ത് ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ. അത് തന്നെയാണല്ലോ നമ്മുടെ സൈക്കിൾ പമ്പ്. അപ്പോൾ ആ സൈക്കിൾ പമ്പ് മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു അസംഷനിലൂടെ ആയിരിക്കണം നമ്മൾ ഈ കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോകേണ്ടത്. അപ്പോൾ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ സൈക്കിൾ പമ്പിലുള്ള സിലിണ്ടറിനകത്തുള്ള ഗ്യാസ് ആണ് സിസ്റ്റം. ആ സിസ്റ്റത്തിന് മുകളിൽ പിസ്റ്റൺ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ്, വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം കംപ്രഷൻ പ്രോസസ്സാണ്. അപ്പോൾ കംപ്രഷൻ ആണ് അഥവാ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ ഓർത്തോണം, മറന്നു പോകരുത്. ഫിസിക്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകരുത്. W എന്ന് പറയുന്നത് പ്ലസ് സൈൻ ആയിരിക്കണം. ഇനി അതേപോലെ തന്നെ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണ്. പെട്ടെന്ന് നമ്മൾ ആ പിസ്റ്റൺ നമ്മൾ വിട്ട് കളഞ്ഞു, പിസ്റ്റൺ മെല്ലെ മുകളിലേക്ക് പൊങ്ങി വരുമല്ലോ, ആ പൊക്കിക്കൊണ്ട് വരുന്ന വർക്ക് എന്ന് പറയുന്നത് ആരാ ചെയ്യുന്നത്, അതിനുള്ളിലുള്ള ഗ്യാസ് സിസ്റ്റമാണ്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റമാണ് എക്സ്പാൻഷൻ. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ W നിർബന്ധമായിട്ടും ഏത് സൈൻ ആയിരിക്കണം, മൈനസ് സൈൻ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് മറന്നു പോകരുത്. ഇത് മനസ്സിൽ കീപ്പ് ചെയ്തുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഈ 2 കാര്യങ്ങളുടെയും ഇക്വേഷൻ മനസ്സിൽ കൃത്യമായിട്ടുണ്ടായിരിക്കണം. വർക്ക് ഡൺ ഇൻ ആൻ ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ്സാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ വി നീഡ് ടു യൂസ് ദ ഇക്വേഷൻ W ഈസ് ഈക്വൽ ടു -2.303 nRT log V2 ഡിവൈഡഡ് ബൈ V1, അല്ലെങ്കിൽ
W ഈസ് ഈക്വൽ ടു -2.303 N6T log P1/P2. P1/P2. N നമ്പർ ഓഫ് മോൾസ് ആണെന്ന് നമുക്കറിയാം. 6 യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. T ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. ഇനി വർക്ക് ഡൺ ഇൻ ആൻ ഐസോതെർമൽ ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ വർക്ക് ഡണ്ണ് ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ്സ് എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്സ് റിവേഴ്സിബിളോ ഇറിവേഴ്സിബിളോ ആണെന്ന് സ്പെസിഫൈ ചെയ്യുന്നില്ല എങ്കിലും ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഉപയോഗിക്കേണ്ട ഇക്വേഷൻ W ഈസ് ഈക്വൽ ടു -P ΔV. P എന്ന് പറയുന്നത് എക്സ്റ്റേണൽ പ്രഷർ, അല്ലെങ്കിൽ -P എക്സ്റ്റേണൽ പ്രഷർ ഇൻറ്റു എങ്ങനെ എഴുതാം നമുക്ക്? or W is equal to -P external pressure into V2 minus V1. ഓക്കെ, ഇപ്പോൾ ഇത് രണ്ടിൽ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് എഴുതാം. അപ്പോൾ ഓർത്തോണം, ക്വസ്റ്റ്യനിൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ ചോദിക്കുമ്പോൾ അത് ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ് ആണോ അല്ലെങ്കിൽ ഐസോതെർമൽ പ്രോസസ് ആണോ അഥവാ ഐസോതെർമൽ ഇറിവേഴ്സിബിൾ പ്രോസസ് ആണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇക്വേഷൻ എഴുതാൻ പാടുള്ളൂ. ഓക്കെ, ഇനി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വി നോ ദാറ്റ് ഇറ്റ് ഈസ് അവർ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. മാത്തമാറ്റിക്കലി ΔU ഈസ് ഈക്വൽ ടു Q + W ആണ്. അത്രയും പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഈ തിയറി പോർഷൻ, അതായത് എത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ, നമുക്ക് തെർമോഡൈനാമിക് പ്രോസസ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം. മെയിനായിട്ട് ഞാൻ ഈ രണ്ട് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. അതിൻ്റെ കൂടെ നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ, അത് പിന്നെ അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. ΔU ഈസ് ഈക്വൽ ടു Q + W. എന്താണെങ്കിലും ഞാൻ ഈ 3 പോയിന്റ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളെ കൊണ്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. Under isothermal condition, a gas at 50 degrees Celsius expand from 2.5 liter to 3.5 liter against a constant external pressure of 4 atm. The work done by the gas W ആണ് കണ്ടുപിടിക്കേണ്ടത്. സാർ എന്താ പറഞ്ഞത് നിങ്ങളോട്? വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ് ആണോ വർക്ക് ഡൺ ഇൻ ആൻ ഐസോതെർമൽ ഇറിവേഴ്സിബിൾ പ്രോസസ് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാനല്ല സാറ് പറഞ്ഞത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിവേഴ്സിബിൾ ആണെങ്കിൽ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ നമുക്കറിയാം, ഇറിവേഴ്സിബിൾ ആണെങ്കിൽ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ അറിയാം. സാറേ ഇവിടെ റിവേഴ്സിബിൾ എന്നോ ഇറിവേഴ്സിബിൾ എന്നോ പറഞ്ഞിട്ടില്ല, ഐസോതെർമൽ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഐസോതെർമൽ എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞേക്കുന്നത്, W is equal to -P external pressure into V2 minus V1 എന്ന ഇക്വേഷൻ അല്ലേ നമ്മൾ ഉപയോഗിക്കേണ്ടത്. എക്സ്റ്റേണൽ പ്രഷർ എവിടെ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 4 atm ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫൈനൽ വോളിയം മൈനസ് ഇനിഷ്യൽ വോളിയം എന്ന് പറയുമ്പോൾ 3.5 മൈനസ് ഓക്കെ വിച്ച് ഈസ് ഈക്വൽ ടു -4. ഫൈനൽ വോളിയം മൈനസ് ഇനിഷ്യൽ വോളിയം എന്ന് പറയുമ്പോൾ 3.5 മൈനസ് 2.5 ആണല്ലോ. യൂണിറ്റ് ഏതാണ് വരുന്നത്? ലിറ്റർ ATM അല്ലേ, അഥവാ -4 ലിറ്റർ ATM. പക്ഷേ നമുക്ക് ആൻസർ വേണ്ടത് ലിറ്റർ ATMലല്ലോ, ജൂളിലല്ലേ. ഒരു ജൂൾ എന്ന് പറയുന്നത് എത്ര ലിറ്റർ ATM ആണ്? 101.3 ലിറ്റർ ATM. സോറി, ഒരു ലിറ്റർ ATM എന്ന് പറയുന്നത്, ഒരു ലിറ്റർ ATM എന്ന് പറയുന്നത് 101.3 ജൂൾ. അങ്ങനെയാണെങ്കിൽ ഈ ലിറ്റർ ATMനെ ജൂളിലേക്ക് മാറ്റാൻ വേണ്ടി 101.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അങ്ങനെ കൃത്യമായിട്ട് 101.3 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണമെന്നില്ല, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും മതി, നമുക്ക് ഏകദേശം ആൻസർ കിട്ടി. അപ്പോൾ നിങ്ങൾ ഈ -4നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ, -400 ആണല്ലോ. അങ്ങനെ -400 എന്ന് വരുന്ന ആൻസർ, അടുത്ത് നിൽക്കുന്ന ആൻസർ ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ നമ്പർ D മാത്രം, അല്ലെങ്കിൽ ഓപ്ഷൻ നമ്പർ 4 മാത്രമല്ലേടാ ഉള്ളൂ. ഓക്കെ, ദെർഫോർ ദാറ്റ് ഈസ് അവർ ആൻസർ. ഇനി 101.3 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ -405.2 തന്നെയായിരിക്കും ആൻസർ കിട്ടുന്നത്. പക്ഷെ നമുക്ക് അതിൻ്റെ ആൻസർ ആവശ്യമില്ല, കാരണം നമുക്ക് ശരിയായിട്ടുള്ള ഓപ്ഷൻ പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ഇനി ഞാൻ അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകുന്നു. എന്നിട്ട് നമുക്ക് അതിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. എൻതാൽപ്പി ഡിനോട്ടഡ് വിത്ത് H നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. എൻതാൽപ്പിയുടെ കേസ് പഠിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ മാത്രമേ പഠിക്കാവുള്ളൂ. Q ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് ഓർ ഇവോൾവ്ഡ്. അപ്പോൾ ഇവിടെ QV എന്ന് പറയുന്നതോ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് ഓർ ഇവോൾവ്ഡ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറയുന്നത് ഇൻറ്റേർണൽ എനർജി ചേഞ്ചാണ്. ഇനി അതേപോലെ തന്നെ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് ഓർ ഇവോൾവ്ഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഈസ് കൺസിഡേർഡ് ആസ് എൻതാൽപ്പി ചേഞ്ച്.
അപ്പോൾ ഈ എൻതാൽപ്പി ചേഞ്ച് പഠിക്കുന്ന സമയത്ത് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതായത് രണ്ടും തമ്മിലുള്ള പ്രത്യേകത ഇതാണ്. എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് പ്രഷറിൽ അബ്സോർബ് ചെയ്ത ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അല്ലെങ്കിൽ ഇവോൾവ് ചെയ്ത ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ആണ് വരുന്നത്. ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് വോളിയത്തിൽ അബ്സോർബ് ചെയ്ത ഹീറ്റ് ആകാം അല്ലെങ്കിൽ ഇവോൾവ് ചെയ്ത ഹീറ്റ് ആകാം. ഇനി ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ഉണ്ട്. അതേപോലെ തന്നെ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. ഓക്കെ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കോൺസെപ്റ്റാണ് ഹീറ്റ് കപ്പാസിറ്റി. ഹീറ്റ് കപ്പാസിറ്റി, മോളാർ ഹീറ്റ് കപ്പാസിറ്റിയാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ ക്യൂ ഈസ് ഈക്വൽ ടു എൻ സി ഡെൽറ്റ ടി എന്ന ഇക്വേഷൻ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണെങ്കിൽ ക്യൂ ഈസ് ഈക്വൽ ടു എം സി ഡെൽറ്റ ടി. ഈ എൻ സി ഡെൽറ്റ ടിയിൽ സി എന്ന് പറയുന്നത് മോളാർ ഹീറ്റ് കപ്പാസിറ്റി. മോളാർ ഹീറ്റ് കപ്പാസിറ്റി. അതുപോലെ എം സി ഡെൽറ്റ ടിയിൽ സി എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ. അവിടെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മോളാർ ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് കോൺസ്റ്റന്റ് വോളിയം ഉണ്ട്. ഒരു സിമ്പിൾ ഇക്വേഷൻ മാത്രമേ അവിടെ ഓർത്തിരിക്കേണ്ട ആവശ്യമുള്ളൂ. സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആർ. ഓക്കെ. പിന്നെയുള്ളത് നമ്മുടെ കെമിക്കൽ എനർജറ്റിക്സിൽ വരുന്ന എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, എൻതാൽപ്പി ഓഫ് കമ്പഷൻ, ബോണ്ട് എൻതാൽപ്പി, ഇങ്ങനെയുള്ള ചില ടേംസുകളാണ് പിന്നെ നമ്മൾ ഈ തെർമോഡൈനാമിക്സിൽ ഓർത്തിരിക്കേണ്ടത്. അതിൽ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഡെൽറ്റ എച്ച് ആർ, സിമ്പിൾ കോൺസെപ്റ്റേ ഉള്ളൂ. ഒരു ബാലൻസ്ഡ് റിയാക്ഷനിൽ അബ്സോർബ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അല്ലെങ്കിൽ ഇവോൾവ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റിനെ ജനറലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ടേമാണ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നു, നോക്കിക്കേ. ആ കെമിക്കൽ റിയാക്ഷനിൽ മൈനസ് സൈൻ ആയതുകൊണ്ട് ഇവോൾവ് ചെയ്യുന്ന ഹീറ്റ് ആണല്ലോ. ആ ഇവോൾവ് ചെയ്യുന്ന ഹീറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ടേമാണ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. അതായത് ഒരു ബാലൻസ്ഡ് റിയാക്ഷൻ ആണെങ്കിൽ അവിടെയുള്ള ഡെൽറ്റ എച്ചിൽ എൻതാൽപ്പി ചേഞ്ച് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നടക്കുന്നത് സ്റ്റാൻഡേർഡ് കണ്ടീഷനിലായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതിനോട് ഓർത്തിരിക്കേണ്ടത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, ഡിനോട്ടഡ് ആസ് ഡെൽറ്റ എച്ച് എഫ്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഈസ് ദി എൻതാൽപ്പി ചേഞ്ച് അക്കമ്പനിങ് വെൻ 1 mole of a substance is produced from their constituent element combined in elementary form. ഒരു മോൾ സബ്സ്റ്റൻസ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ് എലമെൻ്ററി ഫോമിൽ കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച്. ഇപ്പം ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് എനിക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ -393.5 കിലോ ജൂള. ഇവിടെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ തന്നിരിക്കുന്ന ഡാറ്റേനെ നമുക്ക് ഒരു റിയാക്ഷനായിട്ട് എഴുതാൻ പറ്റണം. അപ്പോൾ ആകെ നമുക്ക് ഈ ഒരു ഡാറ്റ നമുക്ക് തന്നിട്ടുള്ളൂ. അവിടെയാണ് നമ്മുടെ ഡെഫിനേഷൻ ഉപയോഗിച്ച് നമ്മൾ ഇതിനെ ഒരു റിയാക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ആ ഡെഫിനേഷൻ ഇത് എൻ്റെ മുകളിലുള്ള ആ സ്ക്രീനിലുള്ള ഡെഫിനേഷൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നിങ്ങളൊന്ന് വായിച്ച് നോക്കിക്കേ. എൻതാൽപ്പി ചേഞ്ച് ഈസ് ദ അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് അക്കമ്പനിങ് വെൻ 1 mole of a substance, 1 mole carbon dioxide is produced from the constituent element combined in elementary form. നിങ്ങൾ പറഞ്ഞിട കാർബൺ ഡയോക്സൈഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻ്റ് ഏതാ? കാർബൺ ഡയോക്സൈഡ് ഉണ്ടാക്കിയിരിക്കുന്ന എലമെൻറ്റ് കാർബണും ഓക്സിജനും അല്ലേ? അതെങ്ങനെ കമ്പൈൻ ചെയ്യണം? എലമെൻ്ററി ഫോമിൽ കമ്പൈൻ ചെയ്യണം. എലമെൻ്ററി ഫോം എന്ന് പറഞ്ഞാൽ നേച്ചറിൽ ഏറ്റവും സ്റ്റേബിളായിട്ട് നിൽക്കുന്ന അവസ്ഥേനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എലമെൻ്ററി ഫോം എന്ന് പറയുന്നത്. അപ്പോൾ കാർബണിൻ്റെ എലമെൻ്ററി ഫോം ഗ്രാഫൈറ്റ്, ഓക്സിജൻ്റെ എലമെൻ്ററി ഫോം O2. ഈ പ്രോസസ്സിലുള്ള എൻതാൽപ്പി ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനി അവിടെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷനും എൻതാൽപ്പി ഓഫ് റിയാക്ഷനും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് സം ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻ്റ്. അവിടെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് എലമെൻ്ററി സബ്സ്റ്റൻസ്, എലമെൻ്ററി ഫോമുകളുടെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ.
പിന്നെ ഉള്ളത് നമ്മുടെ എൻതാൽപ്പി ഓഫ് കമ്പഷനാണ്. Enthalpy of combustion is the enthalpy change accompanying when 1 mole of a substance completely undergo combustion. അധികം നമുക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് 1 മോൾ സബ്സ്റ്റൻസ് തന്നു, അത് കമ്പഷൻ നടത്തുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് തന്നിരിക്കുന്നത് കാർബണാണ് തന്നിരിക്കുന്നത്. എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് കാർബൺ ഞാൻ നിങ്ങളോട് പറഞ്ഞു, എടാ അത് -393.5 കിലോ ജൂൾ ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്തായിരിക്കും എന്നോട് തിരിച്ച് പറയുന്നത്? സാർ ഒരു മോൾ കാർബൺ എടുത്ത് എന്നിട്ട് അതിനെ കമ്പഷൻ നടത്തിക്കുക. കമ്പഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേണിംഗ് ഇൻ ഓക്സിജൻ. അപ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കേണ്ടത്? എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്ന് വിളിക്കേണ്ടത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, 1 മോൾ കാർബൺ ആയിരിക്കണം നിങ്ങളെടുത്ത് എന്ത് ചെയ്യേണ്ടത്? കമ്പഷൻ നടത്തേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇനി കാർബൺ അല്ല തന്നിരിക്കുന്നത്, എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് മീഥൈൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നതെങ്കിലോ 1 മോൾ മീഥൈൻ എടുക്കുക, അതിനെ കമ്പഷൻ നടത്തുക. കമ്പഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷൻ ഓഫ് ഓക്സിജൻ, ഓക്സിജൻ ആഡ് ചെയ്ത് പ്രൊഡക്റ്റായിട്ട് മാറ്റുന്നത് നിങ്ങൾ. ആ 1 മോൾ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അന്നേരം ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് ആണ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ. അവിടെയും ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് കേട്ടോ. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് സം ഓഫ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് റിയാക്റ്റൻ്റ്. റിയാക്റ്റൻ്റ് മൈനസ് പ്രൊഡക്റ്റ് ആയിരിക്കണം ഇവിടെ വരുമ്പോഴേ. കമ്പഷൻ്റെ കേസിൽ റിയാക്റ്റൻ്റ് മൈനസ് പ്രൊഡക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ബോണ്ട് എൻതാൽപ്പി. അതേപോലെ മറ്റൊരു എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, എൻതാൽപ്പി ഓഫ് കമ്പഷൻ പോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ടേമാണ് ബോണ്ട് എൻതാൽപ്പി. ബോണ്ട് എൻതാൽപ്പി ഓർ ബോണ്ട് എനർജി ഈസ് ദ എനർജി റിക്വയർഡ് ടു ബ്രേക്ക് 1 മോൾ ഓഫ് എ ബോണ്ട് ഓഫ് എ പർട്ടിക്കുലർ ടൈപ്പ് ബിറ്റ്വീൻ 2 ആറ്റംസ് ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ്. അതായത് ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള 1 മോൾ ബോണ്ട്, അത് സിംഗിൾ ബോണ്ട് ആകാം, ഡബിൾ ബോണ്ട് ആകാം, ട്രിപ്പിൾ ബോണ്ട് ആകാം, അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയുള്ള എനർജീനെയാണ് നമ്മൾ ബോണ്ട് എനർജി എന്ന് പറയുന്നത്. അവിടെയും ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് സം ഓഫ് ബോണ്ട് എനർജി ഓഫ് റിയാക്റ്റൻ്റ് മൈനസ് സം ഓഫ് ബോണ്ട് എനർജി ഓഫ് പ്രൊഡക്റ്റ്. റിയാക്റ്റൻ്റ് മൈനസ് പ്രൊഡക്റ്റ് ആണ്. ഈ ബോണ്ട് എൻതാൽപ്പിയുടെ കേസിലും കമ്പഷൻ്റെ കേസിലുമാണ് ഈ റിയാക്റ്റൻ്റ് മൈനസ് പ്രൊഡക്റ്റ് വരുന്നത്. പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയററ്റിക്കലി നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കോൺസെപ്റ്റാണ് ഹെസസ് ലോ. അക്കോർഡിംഗ് ടു ഹെസസ് ലോ, the amount of heat absorbed or evolved in a process is always same whether that process is carried out in a single step or several step. നമുക്ക് തന്നിരിക്കുന്ന ഒരു റിയാക്ഷൻ ഒറ്റ സ്റ്റെപ്പിലാണെങ്കിലും അതേ റിയാക്ഷൻ തന്നെ പല സ്റ്റെപ്പുകളിലൂടെയാണ് നടക്കുന്നതെങ്കിലും അവിടെയുള്ള ഹീറ്റ് അബ്സോർബ്ഡ് ഓർ ഇവോൾവ്ഡ് അല്ലെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് എപ്പോഴും സെയിം ആയിരിക്കും. നിങ്ങൾ ഇവിടെ നോക്കിക്കുക, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ എ എന്ന് പറഞ്ഞ ആളെ ഡി ആയിട്ട് മാറ്റണം. അത് ഞാൻ ഡയറക്റ്റ് ഒരൊറ്റ സ്റ്റെപ്പിൽ ഞാൻ എയിനെ ഡി ആയിട്ട് മാറ്റുക. ആ പ്രോസസ്സിലുള്ള എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് ഡയറക്റ്റാണ്. ഞാൻ ഇതേ കാര്യം പല സ്റ്റെപ്പിലൂടെ തന്നെ ഞാൻ നടത്തുക. അതായത് ഈ സെയിം എയിനെ ഡി ആയിട്ട് മാറ്റുക എന്നുള്ളൊരു ശ്രമം ഞാൻ പല സ്റ്റെപ്പിലൂടെയാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ ഞാൻ ആദ്യം എയിനെ ബി ആയിട്ട് മാറ്റി, പിന്നെ ബിനെ സി ആയിട്ട് മാറ്റി, പിന്നെ സീനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഡി ആയിട്ട് മാറ്റുന്നു. അങ്ങനെ 3 സ്റ്റെപ്പിലൂടെ നടത്തുന്നു. ആദ്യത്തെ സ്റ്റെപ്പിൽ എ ബി ആയിട്ട് മാറുന്ന പ്രോസസ്സിൽ എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് 1, ബി സി ആയിട്ട് മാറുന്നിടത്ത് എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് 2, സി ഡി ആയിട്ട് മാറുന്നിടത്ത് എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് 3. അങ്ങനെയാണെങ്കിൽ ഹെസസ് ലോ പ്രകാരം എനിക്ക് എന്ത് പറയാം? ഒരു റിയാക്ഷൻ ഈ ഒറ്റ സ്റ്റെപ്പിൽ നടക്കുകയാണെങ്കിലും പല സ്റ്റെപ്പുകളിലൂടെയാണ് നടക്കുന്നതെങ്കിലും അവിടെയുള്ള എൻതാൽപ്പി ചേഞ്ച് എപ്പോഴും സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് ഡയറക്റ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് 1 പ്ലസ് ഡെൽറ്റ എച്ച് 2 പ്ലസ് ഡെൽറ്റ എച്ച് 3 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ എൻതാൽപ്പിയെ ബേസ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്താണ്, എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്താണ്, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്താണ്, ബോണ്ട് എൻതാൽപ്പി എന്താണ് എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യനിൽ 2 റിയാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. കാർബണ് ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തു. ഓക്കെ, പ്ലസ് എക്സ് കിലോ ജൂളാണ്. പ്രൊഡക്റ്റിൻ്റെ കൂടെ എക്സ് കിലോ ജൂൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും എനർജി റിലീസ് ചെയ്തെന്നല്ലേ? എന്ന് പറഞ്ഞാൽ ആ റിയാക്ഷനിലെ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് മൈനസ് എക്സ് കിലോ ജൂളാണ്. ഓക്കെ, രണ്ടാമത്തെ റിയാക്ഷൻ എനിക്ക് തന്നിരിക്കുന്നത് 2 കാർബൺ മോണോക്സൈഡ് പ്ലസ് ഓക്സിജൻ ടു ഗീവ്
2 കാർബൺ ഡയോക്സൈഡ്. അവിടെയും പ്രൊഡക്റ്റിൻ്റെ കൂടെ y കിലോ ജൂൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം ആ റിയാക്ഷൻ നടക്കുമ്പോൾ y കിലോ ജൂൾ അവൈലബിൾ ആണ്, അഥവാ അവൈലബിൾ ആകുന്നത് റിലീസ് ചെയ്തുകൊണ്ട്. അതുകൊണ്ട് ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് അവിടെ -y. ഇതിൽ ഡൗട്ടില്ലല്ലോ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ 1 മോൾ കാർബൺ മോണോക്സൈഡ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻ്റ് എലമെൻറ്റ് കാർബണും ഓക്സിജനും എലമെൻ്ററി ഫോമിൽ കമ്പൈൻ ചെയ്യണം. ഗ്രാഫൈറ്റ് കമ്പൈൻ ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ ½ മതി. ഈ പ്രോസസ്സിലുള്ള എൻതാൽപ്പി ചേഞ്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനെയാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത്. 1 മോൾ കാർബൺ മോണോക്സൈഡ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻ്റ് എലമെൻറ്റ് എലമെൻ്ററി ഫോമിൽ കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച്. നമുക്ക് ഈ 2 ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ 2 ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ മതി? ഈ തന്നിരിക്കുന്ന റിയാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്ത് വെച്ചാൽ പോരെ. അതിനുവേണ്ടി ഞാൻ ഇത്രയും ചെയ്യുന്നു. എനിക്ക് വേണ്ട റിയാക്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആരാ ഉള്ളത്? 1 കാർബണും ½ O2. അതുകൊണ്ട് ഞാൻ ഒന്നാമത്തെ റിയാക്ഷനെ മാറ്റുന്നില്ല. കാരണം എനിക്ക് 1 കാർബൺ വേണം ലെഫ്റ്റ് സൈഡിൽ. ഇനി നോക്കിക്കേ, എനിക്ക് വേണ്ടത് എന്താണ്? 1 കാർബൺ മോണോക്സൈഡും വേണം റൈറ്റ് സൈഡിൽ. 1 കാർബൺ മോണോക്സൈഡ് റൈറ്റ് സൈഡിൽ വേണമെങ്കിൽ നിലവിൽ എനിക്ക് 2 കാർബൺ മോണോക്സൈഡ് എവിടെയുണ്ട്? ലെഫ്റ്റ് സൈഡിലുണ്ട്. അവനെ റൈറ്റ് സൈഡിലേക്ക് കിട്ടണമെങ്കിൽ ഈ രണ്ടാമത്തെ റിയാക്ഷനെ ഞാൻ എന്ത് ചെയ്തേച്ചാൽ മതി? റിവേഴ്സ് ചെയ്തേച്ചാൽ പോരെ. ഇപ്പോൾ രണ്ടാമത്തെ റിയാക്ഷനെ ഞാൻ റിവേഴ്സ് ചെയ്യുമ്പോൾ ഡെൽറ്റ എച്ചിൻ്റെ സൈനും കൂടെ എന്ത് ചെയ്തോണം? റിവേഴ്സ് ചെയ്തോണം. എന്നിട്ട് 2 കാർബൺ മോണോക്സൈഡിന് പകരം 1 കാർബൺ മോണോക്സൈഡ് കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്താൽ മതി? അവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പം ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇക്വേഷൻ റിവേഴ്സ് ചെയ്യുന്നു. അപ്പോൾ ഡെൽറ്റ എച്ചിനും അതിനനുസരിച്ച് മാറ്റം വരും കേട്ടോ. അപ്പോൾ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 കാർബൺ ഡയോക്സൈഡിൻ്റെ സ്ഥാനത്ത് എന്തേ വരുള്ളൂ? എനിക്ക് 1 കാർബൺ ഡയോക്സൈഡ് അല്ലേ വരത്തുള്ളൂ. കാർബൺ ഡയോക്സൈഡ് ഗീവ് കാർബൺ മോണോക്സൈഡ് പ്ലസ് ½ O2. ഈ പ്രോസസ്സിലുള്ള ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് +y. ഇനി ആഡ് ചെയ്യുന്നു, ഞാൻ 2 റിയാക്ഷനും ആഡ് ചെയ്യുന്നു. കാർബൺ ഡയോക്സൈഡും നിങ്ങൾ നോക്കിക്കേ, ലെഫ്റ്റ് സൈഡിലുള്ള 2 ആൾക്കാർ എന്ത് ചെയ്തു? കട്ട് ചെയ്തു പോയി. O2ഉം ½ O2ഉം തമ്മിൽ കട്ട് ചെയ്തപ്പോൾ ബാക്കി എത്ര വന്നു? ½ വന്നു. ഇനി എഴുതി നോക്കിക്കേ, കാർബൺ പ്ലസ് ½ O2 ഗീവ് കാർബൺ മോണോക്സൈഡ്. ഡെൽറ്റ എച്ച് എന്തായിരിക്കും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നത്, ഇവിടെ 2 കൂടെ ഉണ്ടല്ലോ, y/2 അല്ലേ? y/2 മൈനസ് എക്സ്. ഇവിടെ നോക്കണം, ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് +y അല്ല, +y/2 ആണ് വരുന്നത്. കാരണം എന്താടാ? കാരണം നമ്മൾ ഓൾറെഡി റിയാക്ഷൻ എന്ത് ചെയ്യാണ്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്തത്? റിവേഴ്സ് ചെയ്തത്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഡെൽറ്റ എച്ചിനെയും 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണ്ടേ? ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പൊതുവേ കാണുന്നൊരു ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് നമ്മൾ കെയർഫുള്ളായിട്ട് നോക്കിക്കോണം ക്വസ്റ്റ്യന്. പിന്നെ നമ്മുടെ ലാസ്റ്റ് പോർഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ എൻട്രോപ്പിയും ഗിബ്സ് ഫ്രീ എനർജിയാണ് വരുന്നത്. ആ ടേമുകളൊന്ന് ഓർത്തിരിക്കുക. എൻട്രോപ്പി എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് റാൻഡംനെസ് ഓർ ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ്. മാത്തമാറ്റിക്കലി എൻട്രോപ്പി ചേഞ്ച് ഈസ് എക്സ്പ്രസ്ഡ് ആസ് ഡെൽറ്റ എസ് അല്ലേ? ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് ഓർ ഇവോൾവ്ഡ് ഇൻ ആൻ ഐസോതെർമൽ ആൻഡ് റിവേഴ്സിബിൾ പ്രോസസ് ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ. യൂണിറ്റ് എൻട്രോപ്പിയുടെ കേസിൽ വരുന്നത് ജൂൾ കെൽവിൻ -1 മോൾ -1 അല്ലെങ്കിൽ കാലറി കെൽവിൻ -1 മോൾ -1. ഓക്കെ. ഗിബ്സ് ഫ്രീ എനർജി മാത്തമാറ്റിക്കലി എക്സ്പ്രസ്ഡ് ആസ് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. അവിടെ ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ ഈസ് സ്പോണ്ടേനിയസ്. ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ ഈസ് നോൺ സ്പോണ്ടേനിയസ്. ഡെൽറ്റ ജി 0 ആണെങ്കിൽ പ്രോസസ്സ് എന്തായിരിക്കും? ഇക്വിലിബ്രിയത്തിലായിരിക്കും. മറന്നു പോകരുത് കേട്ടോ ഒരു കാരണവശാലും. ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിലാണ് പ്രോസസ്സ് സ്പോണ്ടേനിയസ്. ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ്. ഡെൽറ്റ ജി 0 ആണെങ്കിൽ പ്രോസസ്സ് ഇക്വിലിബ്രിയത്തിൽ. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് തെർമോഡൈനാമിക്സിൽ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളൊന്ന് ഓർത്തിരിക്കേണ്ടത്. അതായത് ഞാൻ 3-4 കോൺസെപ്റ്റുകളെ ശരിക്കും പറഞ്ഞിട്ടുള്ളൂ. കുറച്ചും കൂടെ ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ 3 കാര്യങ്ങൾ മാത്രം. തെർമോഡൈനാമിക്സിൽ ആദ്യമുള്ള തെർമോഡൈനാമിക് പ്രോസസ്സ്, വർക്ക്, അതായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. 2 നമ്മുടെ എൻതാൽപ്പി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, എൻതാൽപ്പി ഓഫ് കമ്പഷൻ, ബോണ്ട് എൻതാൽപ്പി, ഹെസ്സസ് ലോ. 3ാമതാണ് നമ്മുടെ എൻട്രോപ്പിയും ഗിബ്സ് ഫ്രീ എനർജിയും. അപ്പോൾ നന്നായിട്ട് ചെയ്ത് നോക്കിക്കോണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻസ് കിട്ടാൻ സാധ്യതയുള്ള ചാപ്റ്ററാണ് തെർമോഡൈനാമിക്സ്. ഇനി നമ്മുടെ ഇക്വിലിബ്രിയത്തിലേക്ക് പോവുകയാണെങ്കിൽ
രണ്ട് പാർട്ടായിട്ടാണുള്ളത്, കെമിക്കൽ ഇക്വിലിബ്രിയവും അയോണിക് ഇക്വിലിബ്രിയം. കെമിക്കൽ ഇക്വിലിബ്രിയത്തിലേക്ക് പോകുമ്പോൾ ക്വസ്റ്റ്യൻസ് കിട്ടുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോർഷനും അതുപോലെ തന്നെ നമ്മുടെ ലേ ഷാർട്ട്ലർ പ്രിൻസിപ്പിളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോർഷനും. നമുക്ക് ആദ്യം കെമിക്കൽ ഇക്വിലിബ്രിയത്തിലേക്ക് നമുക്ക് പോകാം. കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൽ വേറൊന്നും ഓർക്കാനില്ല, കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ഓർത്ത് വെച്ചാൽ മതി. അപ്പം നമ്മുടെ മുൻപിലേക്ക് ഇങ്ങനെ ഒരു റിയാക്ഷൻ തന്നിട്ട് അതിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ റേഷ്യോ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ഈച്ച് റേസ്ഡ് ടു ദ പവർ ഈക്വൽ ടു ദർ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻറ്റ്. അവിടെ കെ പിയും കെ സിയും തമ്മിലുള്ള റിലേഷൻസും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോണം. കെ പി ഈസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി വിത്ത് പവർ ഡെൽറ്റ എൻ ജി. ഡെൽറ്റ എൻ ജി എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻ്റ്. മറക്കരുത് കേട്ടോ, അതുകൊണ്ടാണ് അവിടെ ജി കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻ്റ് എന്ന് എഴുതിയേൽക്കരുത്. അങ്ങനെ തെറ്റ് വരാൻ സാധ്യതയുണ്ട്. കാരണം ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഗേഷ്യസ് കോമ്പണൻറ്റ് മാത്രമായിരിക്കത്തില്ല ഉള്ളത്, സോളിഡ് കോമ്പണൻ്റ് ഉണ്ട്, ലിക്വിഡ് കോമ്പണൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡെൽറ്റ എൻ ജി എന്ന് പറയുമ്പോഴത്തേക്കും ഓർത്തോണം, ഗേഷ്യസ് കോമ്പണൻറ്റുകളുടെ ഡിഫറൻസ് മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ തന്നിരിക്കുന്ന റിയാക്ഷൻ നോക്കിക്കേ. കെ പി ഗ്രേറ്റർ ദാൻ കെ സി വരുന്ന കേസ് ഏതാണ്? കെ പി ഈസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി വിത്ത് പവർ ഡെൽറ്റ എൻ ജി അല്ലേടാ. ഡെൽറ്റ എൻ ജി എന്ന് പറയുന്നത് എൻ പി മൈനസ് എൻ ആർ ആണെന്ന് നമ്മളോട് പറയുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ എൻ പി എൻ ആറിനേക്കാളും കൂടുതലാണെങ്കിൽ നിർബന്ധമായിട്ടും കെ പിയും ആരെക്കാളും കൂടുതലായിരിക്കും, കെ സിനേക്കാളും കൂടുതലായിരിക്കും. ഈ ഒരു കാര്യം മാത്രം കയ്യിൽ മതി. എൻ പി എൻ ആറിനേക്കാളും കൂടുതലാണെങ്കിൽ കെ പി വാല്യൂം കെ സിനേക്കാളും കൂടുതലായിരിക്കും. നിങ്ങൾ ഈ 4 ഇക്വേഷൻ നോക്കിക്കേ, എന്നിട്ട് പറ നിങ്ങൾ എവിടെയാണ് എൻ പി എൻ ആറിനേക്കാളും കൂടുതൽ. ഒന്നാമത്തെ റിയാക്ഷനിൽ എൻ പി 2, എൻ ആറും 2 തന്നെയാണ്. രണ്ടാമത്തെ ഇക്വേഷനിൽ എൻ പി 4 വരുന്നുണ്ട്, എൻ ആർ എത്രയാണ് വരുന്നത്? 2. അപ്പോൾ അവിടെ എൻ പി എൻ ആറിനേക്കാളും കൂടുതലല്ലേ, കെ പി കെ സിനേക്കാളും കൂടുതലാണ്. ആൻസറായി. മൂന്നാമത്തേലും നാലാമത്തേലും അങ്ങനെ വരുന്നുണ്ടോ? ഇല്ല. ഓക്കെ. Next, Le-Chatelier principle. According to Le-Chatelier principle, when a system at equilibrium is subjected to a change in concentration, temperature or pressure, the system itself undo the effect of that change by shifting the reaction either towards forward or backward direction. അതായത് നമ്മൾ ഇക്വിലിബ്രിയത്തിലൊരു സിസ്റ്റത്തിൻ്റെ പ്രഷറോ ടെമ്പറേച്ചറോ കോൺസെൻട്രേഷനോ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ സിസ്റ്റം സ്വയം ആ ചേഞ്ചിനെ നള്ളിഫൈ ചെയ്യും. വീണ്ടും ഇക്വിലിബ്രിയത്തിലേക്ക് വരാൻ വേണ്ടി സിസ്റ്റം സ്വയം ആ ചേഞ്ചിനെ നള്ളിഫൈ ചെയ്യും ബൈ ഷിഫ്റ്റിംഗ് ദ റിയാക്ഷൻ എയ്തർ ഇൻ ഫോർവേഡ് ഓർ ബാക്ക്വേർഡ് ഡയറക്ഷൻ. ദിസ് ഈസ് കൺസിഡേർഡ് ആസ് Le-Chatelier പ്രിൻസിപ്പിൾ. അപ്പോൾ ഒരു ക്വസ്റ്റിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ആകെ ഇത്രയും മാത്രം ഓർത്തുവെച്ചാൽ മതി. നമ്മുടെ കയ്യിലേക്ക് വന്നിരിക്കുന്ന റിയാക്ഷൻ്റെ കോൺസെൻട്രേഷനോ പ്രഷറോ ടെമ്പറേച്ചറോ നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി, അതായത് ഇക്വിലിബ്രിയത്തിലുള്ളതായിരിക്കണം, അവനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ സിസ്റ്റം സ്വയം എന്ത് ചെയ്യും? ആ ചേഞ്ചിനെ ഇല്ലാതാക്കും. എങ്ങനെയാണ്? ബൈ ഷിഫ്റ്റിംഗ് ദ റിയാക്ഷൻ എയ്തർ ഇൻ ഫോർവേഡ് ഓർ ഇൻ ബാക്ക്വേർഡ് ഡയറക്ഷൻ. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. അപ്പോൾ ഞാനിവിടെ ഈ തന്നിരിക്കുന്ന റിയാക്ഷനിൽ ഞാൻ റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുക. സിസ്റ്റം സ്വയം എന്ത് ചെയ്യും? അപ്പോൾ ഇക്വിലിബ്രിയത്തിലായിരുന്നു ആ റിയാക്ഷൻ. അപ്പോൾ ഞാൻ അവിടെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഇക്വിലിബ്രിയം ഡിസ്റ്റർബ്ഡായി. അപ്പോൾ സിസ്റ്റം സ്വയം എന്ത് ചെയ്യും? ആ ചേഞ്ചിനെ ഇല്ലാതാക്കാൻ വേണ്ടി റിയാക്ഷൻ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ഫോർവേഡ് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ ഞാൻ എയുടെ റിയാക്റ്റിനിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ വർധനവ് ഇല്ലാതാക്കാൻ വേണ്ടി കൂടുതൽ റിയാക്റ്റൻ്റ് എങ്ങോട്ടേക്ക് പോകും? പ്രൊഡക്റ്റ് ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും? ഫോർവേഡ് ഡയറക്ഷനിലേക്ക് റിയാക്ഷൻ ഷിഫ്റ്റ് ചെയ്യും. ഇനി ഞാൻ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയിട്ടുണ്ടെങ്കിലോ ആ വർധനവ് ഇല്ലാതാക്കാൻ വേണ്ടി റിയാക്ഷൻ ആ പ്രൊഡക്റ്റിനെ മുഴുവൻ ആരായിട്ട് കൺവേർട്ട് ചെയ്യും? അതായത് കൂട്ടിയ പ്രൊഡക്റ്റിനെ ആരായിട്ട് കൺവേർട്ട് ചെയ്യും? റിയാക്റ്റൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും, അഥവാ റിയാക്ഷൻ ഷിഫ്റ്റ് ഇൻ ബാക്ക്വേർഡ് ഡയറക്ഷൻ. ഇനി ഞാൻ തന്നിരിക്കുന്ന പോയിന്റ് ഒന്ന് നിങ്ങളൊന്ന് നോക്കിക്കുക. ജസ്റ്റ് ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ഷിഫ്റ്റ് റിയാക്ഷൻ ഇൻ ഫോർവേഡ് ഡയറക്ഷൻ, ശരിയാണല്ലോ. ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ഷിഫ്റ്റ് ദ റിയാക്ഷൻ ടുവേർഡ്സ് ബാക്ക്വേർഡ് ഡയറക്ഷൻ. ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഷിഫ്റ്റ് ദ റിയാക്ഷൻ ടുവേർഡ്സ് ബാക്ക്വേർഡ് ഡയറക്ഷൻ തന്നെ. ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഷിഫ്റ്റ് ദ റിയാക്ഷൻ ഇൻ ഫോർവേഡ് ഡയറക്ഷൻ. എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ.
വളരെ കെയർഫുൾ ആയിരിക്കണേ. ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ എക്സോതെർമിക് ആണെങ്കിൽ ഫോർവേഡ് പ്രോസസ് ഈസ് ഓൾവേസ് എക്സോതെർമിക് ആൻഡ് ബാക്ക്വേർഡ് പ്രോസസ് ഈസ് ഓൾവേസ് എൻഡോതെർമിക്. ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ തരുക, എ ഗിവ്സ് ബി, ഇവിടെ പ്രോസസ്സ് ഡെൽറ്റ എച്ച് നെഗറ്റീവാണ് എന്ന് പറഞ്ഞാൽ എക്സോതെർമിക്കാണ്. റിയാക്ഷൻ എക്സോതെർമിക് ആണെങ്കിൽ ഫോർവേഡ് പ്രോസസ്സ് എപ്പോഴും എക്സോതെർമിക്കും ബാക്ക്വേർഡ് പ്രോസസ്സ് ആരായിരിക്കും? എൻഡോതെർമിക് ആയിരിക്കും. ഇനി പറയുന്ന അടുത്ത പോയിന്റ്, ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഓൾവേസ് ഷിഫ്റ്റ് ദ റിയാക്ഷൻ ടുവേർഡ്സ് എൻഡോതെർമിക് ഡയറക്ഷൻ ആൻഡ് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ ഷിഫ്റ്റ് ദ റിയാക്ഷൻ ടുവേർഡ്സ് എക്സോതെർമിക് ഡയറക്ഷൻ. അത് ഫോർവേഡ് എന്നോ ബാക്ക്വേഡ് എന്നോ അല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. റിവേഴ്സിബിൾ റിയാക്ഷൻ എക്സോതെർമിക് ആണെങ്കിൽ അതിൻ്റെ ഫോർവേഡ് ഡയറക്ഷൻ ഓൾറെഡി എക്സോതെർമിക്കും ബാക്ക്വേഡ് എൻഡോതെർമിക്കും ആയിരിക്കും. അങ്ങനെയുള്ളൊരു റിയാക്ഷനിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ അത് ഏത് ഡയറക്ഷനാണോ എൻഡോതെർമിക് ഡയറക്ഷൻ അങ്ങോട്ടേക്ക് റിയാക്ഷൻ ഷിഫ്റ്റ് ചെയ്യത്തുള്ളൂ. ടെമ്പറേച്ചർ കുറയ്ക്കുവാണെങ്കിൽ ഏത് ഡയറക്ഷനാണോ എക്സോതെർമിക്ക് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യത്തുള്ളൂ. ദ ചേഞ്ചിങ് ഇൻ ടെമ്പറേച്ചർ ചേഞ്ചസ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് എഫക്റ്റ് ഓഫ് പ്രഷറാണ്. ഇൻക്രീസ് ഇൻ പ്രഷർ ഷിഫ്റ്റ് ദ റിയാക്ഷൻ ടുവേഴ്സ് ദ ഡയറക്ഷൻ ഹാവിങ് ലോവർ നമ്പർ ഓഫ് മോൾസ് ആൻഡ് ഡിക്രീസ് ഇൻ പ്രഷർ ഷിഫ്റ്റ് ദ റിയാക്ഷൻ ടുവേഴ്സ് ഹയർ നമ്പർ ഓഫ് മോൾസ്. അതായത് പ്രഷർ കൂട്ടിയിട്ടുണ്ടെങ്കിൽ റിയാക്ഷൻ എപ്പോഴും എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും? ഫോർവേഡോ ബാക്ക്വേഡോ എന്നല്ല ഓർക്കേണ്ടത്. പ്രഷർ കൂട്ടിയിട്ടുണ്ടെങ്കിൽ കുറവ് നമ്പർ ഓഫ് മോൾസ് ഉള്ള ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. പ്രഷർ കുറച്ചിട്ടുണ്ടെങ്കിലോ കൂടുതൽ നമ്പർ ഓഫ് മോൾസ് ഉള്ള ഡയറക്ഷനിലേക്കായിരിക്കണം ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ഇനി നമ്പർ ഓഫ് മോൾസ് ഏതെങ്കിലും ഒരു റിയാക്ഷനിൽ ഗേഷ്യസ് റിയാക്ഷനിൽ സെയിം ആണെങ്കിൽ ദർ ഇസ് നോ എഫക്റ്റ് ഓഫ് പ്രഷർ. എഫക്റ്റ് ഓഫ് ആഡിങ് ഇനേർട്ട് ഗ്യാസ്. കോൺസ്റ്റന്റ് വോളിയത്തിലാണ് ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഒരു മാറ്റവും ഉണ്ടാകത്തില്ല. കോൺസ്റ്റന്റ് പ്രഷറിലാണ് ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്യുന്നതെങ്കിൽ റിയാക്ഷൻ ഷിഫ്റ്റഡ് ടുവേഴ്സ് ദ ഡയറക്ഷൻ ഹാവിങ് മോർ നമ്പർ ഓഫ് മോൾസ്. അങ്ങനെ തന്നെ അത് ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ നിങ്ങൾ ഓർക്കാനുള്ളത്. നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും അതുപോലെ തന്നെ ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിളും. ഇനി നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട പാർട്ടാണ് നമ്മുടെ ഇക്വിലിബ്രിയത്തിൽ അയോണിക് ഇക്വിലിബ്രിയം. ഫസ്റ്റ് എക്സ്പ്രസിങ് ദ കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ് ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മൾ pH സ്കെയിൽ ഉപയോഗിക്കുന്നു. അവിടെ pH കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഫോർമുല ചോദിച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ലോഗരിതം ഓഫ് H+ ആയിരിക്കണം എടുക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് pH കണ്ടുപിടിക്കണമെങ്കിൽ മൈനസ് ലോഗ് ഹൈഡ്രോണിയം അയോൺ എന്നാണെങ്കിലും കൺസിഡർ ചെയ്യാം. അതുപോലെ POH ആണെങ്കിൽ നെഗറ്റീവ് ലോഗരിതം ഓഫ് OH മൈനസ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ മനസ്സിൽ കിടന്നോളൂല്ലോ. pH ആണെങ്കിൽ മൈനസ് ലോഗ് H+ അയോൺ, POH ആണെങ്കിൽ മൈനസ് ലോഗ് OH മൈനസ് അയോൺ. റിലേഷൻ ബിറ്റ്വീൻ pH ആൻഡ് POH എടുക്കുവാണെങ്കിൽ ഹൈഡ്രോണിയം H+ അയോൺ കോൺസെൻട്രേഷൻ ഇൻറ്റു OH മൈനസ് അയോൺ കോൺസെൻട്രേഷൻ അറ്റ് 298 കെൽവിൻ റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 10⁻⁻14 ആണ്, വിച്ച് ഈസ് കൺസിഡേർഡ് ആസ് KW. pH പ്ലസ് POH എന്ന് പറയുന്നത് എപ്പോഴും 14 ആയിരിക്കും. അതായത് ക്വസ്റ്റ്യനിൽ pH തന്നിട്ടുണ്ടെങ്കിൽ POH നമുക്കവിടെ ഓട്ടോമാറ്റിക്കലി കണ്ടുപിടിക്കാം. ഓക്കെ, അതുപോലെ തന്നെ PKAയും PKBയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എടുക്കുമ്പോഴും ഒറ്റ വാക്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് വന്നോണം? PKA പ്ലസ് PKB ഈസ് ഓൾസോ ഈക്വൽ ടു 14. അതായത് pH പ്ലസ് POH 14 എന്ന് പറയുന്നത് പോലെ PKA പ്ലസ് PKBയും 14 ആയിരിക്കും. ബഫർ സൊല്യൂഷൻ മറ്റൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ്. ബഫർ സൊല്യൂഷൻ മീൻസ് സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ദ ചേഞ്ച് ഇൻ pH ബൈ ദി അഡീഷൻ ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ് ഓർ ബേസ്. ഒരു ചെറിയൊരു എമൗണ്ട് ആസിഡ് അല്ലെങ്കിൽ ബേസ് ഒരു സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ആ ചെറിയൊരു എമൗണ്ട് ആസിഡ് അല്ലെങ്കിൽ ബേസ് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന ചേഞ്ച്, pH ഉണ്ടാകുന്ന ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്ന സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബഫർ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഈ ബഫർ സൊല്യൂഷൻ രണ്ട് ടൈപ്പിലുണ്ട്. സിമ്പിൾ ബഫേഴ്സും ഉണ്ട്, മിക്സഡ് ബഫേഴ്സും ഉണ്ട്. സിമ്പിൾ ബഫേഴ്സ് ഈസ് സൊല്യൂഷൻ ഓഫ് സാൾട്ട് ഓഫ് സാൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസ്. മിക്സഡ് ബഫേഴ്സ് രണ്ട് ടൈപ്പിൽ, അസിഡിക് ബഫേഴ്സും ബേസിക് ബഫേഴ്സും. അസിഡിക് ബഫേഴ്സ് equimolar mixture ഓഫ് വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ്സ് എ സാൾട്ട് വിത്ത് സ്ട്രോങ് ബേസ്. എക്സാമ്പിൾ അസറ്റിക് ആസിഡ് ആൻഡ് സോഡിയം അസിറ്റേറ്റ്.
Acidic buffer means, basic buffer means weak base and its salt with strong acid. Okay. പിന്നെ അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട അവിടെ പി എച്ച് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. പി എച്ച് ഓഫ് എ ബഫർ സൊല്യൂഷൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദ ഫോർമുല പി എച്ച് ഈസ് ഈക്വൽ ടു പി കെ എ പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സാൾട്ട് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ്, അല്ലെങ്കിൽ പി എച്ച് ഈസ് ഈക്വൽ ടു പി കെ എ പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് കോൺജുഗേറ്റ് ബേസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ്. ഇനിയിപ്പോൾ ഇത് പി എച്ചിൻ്റെ സ്ഥാനത്ത് പി ഒ എച്ച് ആണെങ്കിൽ പി കെ എ മാറി അവിടെ എന്ത് വരും? പി കെ ബി വരും. അതുപോലെ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് മാറി കോൺസെൻട്രേഷൻ ഓഫ് ബേസ് വരുമെന്നേ ഉള്ളൂ. അപ്പം ഞാൻ പി ഒ എച്ച് ആണ് ഇവിടുന്ന് കണ്ടുപിടിക്കേണ്ടത് എങ്കിൽ നോക്കിക്കോണം, പി കെ ബി പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സാൾട്ട് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ബേസ്. ഓക്കെ, ഞാനത് ഒന്നും കൂടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, പി ഒ എച്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് നമ്മുടെ സാൾട്ട് ഹൈഡ്രോളിസിസ്. സാൾട്ട് ഓൺ ഹൈഡ്രോളിസിസ് ടു ഗീവ് ആസിഡ് ആൻഡ് ബേസ് ആണ് സാൾട്ട് ഹൈഡ്രോളിസിസ്. ഞാനതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട കാര്യം മാത്രമേ സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ. ഹൈഡ്രോളിസിസ് കോൺസ്റ്റൻറ്റ് കെ എച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല വീക്ക് ആസിഡും അതുപോലെ തന്നെ സ്ട്രോങ് ബേസുമാണെങ്കിൽ കെ എച്ച് ഈസ് ഈക്വൽ ടു കെ ഡബ്ല്യു ഡിവൈഡഡ് ബൈ കെ എ. ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതുന്നു, കെ എച്ച് ഈസ് ഈക്വൽ ടു കെ ഡബ്ല്യു ഡിവൈഡഡ് ബൈ കെ എ. സാൾട്ടോ സ്ട്രോങ് ആസിഡും വീക്ക് ബേസുമാണെങ്കിൽ കെ എച്ച് ഈസ് ഈക്വൽ ടു കെ ഡബ്ല്യു ഡിവൈഡഡ് ബൈ കെ ബി. രണ്ടും വീക്കാണ് എന്നുള്ള സാൾട്ട് ആണെങ്കിൽ കെ ഡബ്ല്യു ഡിവൈഡഡ് ബൈ കെ എ ഇൻറ്റു കെ ബി. ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ് എച്ച് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ എച്ച് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ പി എച്ച് കണ്ടുപിടിക്കാനുള്ള ഫോർമുല പി എച്ച് ഈസ് ഈക്വൽ ടു ശ്രദ്ധിച്ചിരിക്കണേ, സാൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ് ആണെങ്കിൽ പി എച്ച് ഈസ് ഈക്വൽ ടു 7 പ്ലസ് 1/2 ഇൻറ്റു പി കെ എ പ്ലസ് ലോഗ് സി. സാൾട്ട് ഓഫ് വീക്ക് ആസിഡ് സ്ട്രോങ് ബേസിൻ്റെ കേസിലാണ്. സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ആണെങ്കിൽ പി എച്ച് ഈസ് ഈക്വൽ ടു, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, 7 മൈനസ് 1/2 ഇൻറ്റു പി കെ ബി പ്ലസ് ലോഗ് സി. രണ്ടും വീക്ക് ആണെങ്കിൽ പി എച്ച് ഈസ് ഈക്വൽ ടു 7 പ്ലസ് 1/2 ഇൻറ്റു പി കെ എ മൈനസ് പി കെ ബി. ഓക്കെ, കാണാതെ ടേബിൾ ഓർത്തിരിക്കണം കേട്ടോ. ഇനി നമ്മുടെ മുൻപിലുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് കെ എ വാല്യൂ ഈസ് ഗീവൺ ആസ് 1 ഇൻറ്റു 10⁻⁻⁵. ഹൈഡ്രോളിസിസ് കോൺസ്റ്റൻറ്റ് കെ എച്ച് കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിച്ചേക്കുന്നത്. കെ എച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ ഏതാ? സോഡിയം ഹാലൈഡ്. അപ്പോൾ ഏത് സാൾട്ടാ? സോഡിയം ഹൈഡ്രോക്സൈഡും വീക്ക് ആസിഡായിട്ടുള്ള HXും തമ്മിലുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തേച്ചാൽ മതി? കെ ഡബ്ല്യു ഡിവൈഡഡ് ബൈ കെ എ ചെയ്തേച്ചാൽ പോരെ. കെ ഡബ്ല്യുവിൻ്റെ വാല്യൂ നമുക്കറിയാം 10⁻⁻14. കെ എയുടെ വാല്യൂ എത്രയാണ്? 10⁻⁻5. ആൻസർ ആയല്ലോ. ഓക്കെ, പിന്നെയുള്ളത് നമ്മുടെ കോമൺ അയോൺ ഇഫക്റ്റ് ആണ്, മറ്റൊന്നുമില്ല. കോമൺ അയോൺ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് ക്യാൻ ബി സപ്രസ്ഡ് ബൈ ദി അഡീഷൻ ഓഫ് എ സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ് ഓർ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ക്യാൻ ബി സപ്രസ്ഡ് ബൈ ദി അഡീഷൻ ഓഫ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഹാവിംഗ് കോമൺ അയോൺ. സൊലുബിലിറ്റി പ്രൊഡക്റ്റ് ഡെഫിനേഷൻ ഓർത്തിരിക്കുക. സൊലുബിലിറ്റി ഡെഫിനേഷൻ ഓർത്തില്ലെങ്കിലും നമ്മുടെ ഇക്വേഷൻ, നമ്മുടെ സൊലുബിലിറ്റി പ്രൊഡക്റ്റ് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പല ടൈപ്പിലുള്ള സാൾട്ടിൻ്റെ കേസിൽ സൊലുബിലിറ്റി പ്രൊഡക്റ്റ് 1:1 ടൈപ്പ് സാൾട്ട് ആണെങ്കിൽ സൊലുബിലിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് KSP. 1:2 ടൈപ്പ് സാൾട്ട് ആണെങ്കിൽ സൊലുബിലിറ്റി ഈസ് ഈക്വൽ ടു ക്യൂബിക് റൂട്ട് ഓഫ് KSP/4. 1:3 ടൈപ്പ് സാൾട്ട് ആണെങ്കിൽ 4th റൂട്ട് ഓഫ് KSP/27. 3:2 ടൈപ്പ് സാൾട്ട് ആണെങ്കിൽ 5th റൂട്ട് ഓഫ് KSP/108.
നമുക്ക് സോലുബിലിറ്റീനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. കാൽഷ്യം ഫ്ലൂറൈഡ് ഹാസ് എ സൊലുബിലിറ്റി ഓഫ് 1.56 ഇൻറ്റു 10⁻³ ഗ്രാം പെർ 100 ml. 1000 അല്ല, 100 ml. സോലുബിലിറ്റി പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. എന്താണെങ്കിലും 1:2 ടൈപ്പ് സാൾട്ട് ആണല്ലോടാ. 1:2 ടൈപ്പ് സാൾട്ട് ആണെങ്കിൽ സൊലുബിലിറ്റി ഈസ് ഈക്വൽ ടു √3 KSP/4 ആണ്. അഥവാ KSP ഈസ് ഈക്വൽ ടു 4S³ എന്ന് എനിക്ക് എടുക്കാം. അപ്പോൾ എസ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ എസ് കോൺസെൻട്രേഷൻ ആണ്, മോൾസ് പെർ ലിറ്ററിലാണ്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന മോൾസ് പെർ ലിറ്ററിലല്ല, ഗ്രാം പെർ 100 ml തന്നിരിക്കുന്നത്. അപ്പോൾ ഇവനെ ഞാൻ ഗ്രാമിൽ നിന്ന് മോളിലേക്ക് മാറ്റണമെങ്കിൽ 1.56 ഇൻറ്റു 10⁻³ മോളിക്കുലാർ മാസും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാൽഷ്യം ഫ്ലൂറൈഡിൻ്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി അറ്റോമിക് മാസ് തന്നിട്ടുണ്ട്. മോളിക്കുലാർ മാസ് എനിക്കിവിടെ കിട്ടുന്നത് മോളിക്കുലാർ മാസ് 40 + 38 ആണ്. ദാറ്റ് ഈസ് 40യും 38ഉം കൂടെയാണ് വരുന്നത്. 78 ആണ് വരുന്നത്. 78. ഞാനിത് സോൾവ് ചെയ്യുന്നു. 156 ഇൻറ്റു 10⁻⁻5 ഡിവൈഡഡ് ബൈ 78 അഥവാ 2 ഇൻറ്റു 10⁻⁻5 എനിക്ക് കിട്ടി. പക്ഷേ ഇത് 100 ml 1000 ml വരുമ്പോൾ അതെന്തായിട്ട് മാറും? 2 ഇൻറ്റു 10⁻⁻4 മോൾസ് പെർ ലിറ്റർ വന്നു. കാരണം 100 ml 2 ഇൻറ്റു 10⁻⁻5 ആണെങ്കിൽ 1000 ml അതെന്തായിരിക്കും? 2 ഇൻറ്റു 10⁻⁻4 ആയിരിക്കും. ഇനി വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 4 ഇൻറ്റു 2 ഇൻറ്റു 10⁻⁻4 വിത്ത് പവർ 3 അല്ലേ? സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഹിയർ ഗെറ്റ് ദി ആൻസർ ആസ് ഓപ്ഷൻ നമ്പർ 2. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്കതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് പോർഷനിലേക്ക് പോകാം. റിഡോക്സ് റിയാക്ഷൻ ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി. റിഡോക്സ് റിയാക്ഷൻ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, റിഡക്ഷനും ഓക്സിഡേഷനും ഒരുമിച്ച് നടക്കുന്ന റിയാക്ഷനെയാണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഓക്സിഡേഷൻ നമ്പർ ഓർത്ത് വെക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓക്സിഡേഷൻ നമ്പർ. ഓക്സിഡേഷൻ നമ്പറിൻ്റെ ടേംസിൽ ഓക്സിഡേഷനും റിഡക്ഷനും റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഓക്സിഡേഷൻ ഈസ് എ പ്രോസസ് വിച്ച് ഇൻവോൾവ് ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആൻഡ് റിഡക്ഷൻ ഈസ് ദ പ്രോസസ് വിച്ച് ഇൻവോൾവ് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. അത് നമുക്ക് പല എക്സാമ്പിളുകളിലൂടെ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്സിഡൈസിങ് ഏജൻറ്റ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റും കൃത്യമായിട്ട് ഓർത്ത് വെച്ചോണം. റിഡക്ഷൻ നടത്തുന്ന ആരാണോ അവൻ ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിരിക്കും. ഓക്സിഡേഷൻ നടത്തുന്ന ആരാണോ അത് റെഡ്യൂസിങ് ഏജൻറ്റും ആയിരിക്കും. ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ച് പോയിന്റുകളുണ്ട്, കൃത്യമായിട്ട് മനസ്സിലുണ്ടാവണം. എലമെൻ്ററി ഫോമുകളുടെ കേസിൽ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും 0 ആയിരിക്കും. മോണോ അറ്റോമിക് അയോണിൻ്റെ കേസിൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് അതിൻ്റെ ചാർജ് തന്നെയായിരിക്കും. പൊട്ടാസ്യം അയോൺ ഓക്സിഡേഷൻ നമ്പർ +1. ക്ലോറൈഡ് അയോൺ ഓക്സിഡേഷൻ നമ്പർ -1. O2 -O2 മോണോ അറ്റോമിക് അയോണാണ്, ഓക്സിഡേഷൻ നമ്പർ 2-. അതുപോലെ തന്നെ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഫ്ലൂറിൻ ഇൻ ദർ കോമ്പൗണ്ട് ഈസ് ഓൾവേസ് -1. കാരണം മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ് ഇൻ പീരിയോഡിക് ടേബിൾ ഈസ് ഫ്ലൂറിൻ. ഹൈഡ്രജൻ ഓക്സിഡേഷൻ നമ്പർ +1 എക്സെപ്റ്റ് ഇൻ മെറ്റൽ ഹൈഡ്രൈഡ്. ഇൻ മെറ്റൽ ഹൈഡ്രൈഡ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഈസ് -1. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ ഈസ് -2 ആണ് കോമൺ. ബട്ട് ഇൻ പെറോക്സൈഡ് ഇറ്റ് ഈസ് -1 ആൻഡ് ഇൻ O2F2 ആൻഡ് OF2 ഇറ്റ് ഈസ് പോസിറ്റീവ്. O2F2വിൽ +1ഉം OF2വിൽ +2. അങ്ങനെ ഓക്സിജൻ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ആരായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ, ഫ്ലൂറിനായിട്ട് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണെന്ന് അറിയാമല്ലോ? കാരണം ഓക്സിജനേക്കാളും മോർ ഇലക്ട്രോ നെഗറ്റീവ് എന്ന് പറയുന്നത് ആരാണ്? ഫ്ലൂറിനാണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ന്യൂട്രൽ മോളിക്യൂളുകളുടെ കേസിൽ ഓക്സിഡേഷൻ നമ്പറുകളുടെ സമ്മ് എപ്പോഴും 0 ആയിരിക്കും. പോളി അറ്റോമിക് അയോൺ ആണെങ്കിൽ ഓക്സിഡേഷൻ നമ്പറുകളുടെ സമ്മ് അതിൻ്റെ ചാർജിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ റിഡോക്സ് റിയാക്ഷനിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തുവെച്ചാൽ മതി. അതായത് ഓക്സിഡേഷൻ നമ്പർ എന്താണ്, ഓക്സിഡേഷൻ നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ്. അത് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ മനസ്സിലായിക്കോളും. ഇനി ഞാൻ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കുക. നിങ്ങൾ 3 കോമ്പൗണ്ടുകൾ തന്നിട്ടുണ്ട്. Na2S2O3, സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ്, സൾഫർ ഡയോക്സൈഡ്. സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. സൾഫർ ഡയോക്സൈഡിൽ എത്രയാണ്? +4 അല്ലേ? സൾഫർ ഹെക്സാ ഫ്ലൂറൈഡിൽ എത്രയാണ്? +6. അടുത്തതിൽ നമുക്ക് ചെയ്യാമല്ലോ. എത്ര വന്നത്? 2 സൾഫർ ഉണ്ട്. എത്രയാണ് വരുന്നത്? +2 അല്ലേ? ഓപ്ഷൻ നമ്പർ ഏതാ വരുന്നത്? ഓപ്ഷൻ നമ്പർ 3.
ഓക്കെ. നെക്സ്റ്റ് തന്നിരിക്കുന്നതിൽ ഏതാണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്തായിരുന്നു ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ? സെയിം സ്പീഷീസ് സൈമുൾട്ടേനിയസ്ലി അണ്ടർഗോ ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ അല്ല കണ്ടുപിടിക്കേണ്ടത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡിസ്പ്രപ്പോർഷനേഷനാണ്. ഡിസ്പ്രപ്പോർഷനേഷൻ അല്ലാത്തതാണ് വേണ്ടത്. ഫസ്റ്റ് കേസിൽ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ള ക്ലോറിൻ എന്തായിട്ട് മാറുന്നുണ്ട്? -1 ഉണ്ട്, +1 ഉണ്ട്, റിഡക്ഷനും ഓക്സിഡേഷനും ഉണ്ടല്ലോ. അപ്പോൾ അത് ഡിസ്പ്രപ്പോർഷനേഷൻ. അപ്പോൾ അതല്ല നമ്മുടെ ആൻസർ. അമോണിയം നൈട്രേറ്റിൽ നൈട്രജൻ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ അതെന്തായിട്ട് മാറത്തുള്ളൂ? ലോവറിലേക്കല്ലേ പോകത്തുള്ളൂ, ഓക്സിഡേഷൻ മാത്രമേ ഉള്ളൂ നൈട്രജൻ. അപ്പോൾ അവൻ ഏതാണ്? ഡിസ്പ്രപ്പോർഷനേഷൻ അല്ല. അപ്പോൾ അതല്ലേ നമ്മുടെ ആൻസർ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കേണ്ടത്, അതുപോലെ തന്നെ നമ്മുടെ ഓക്സിഡേഷൻ എന്താണ്, ഡിസ്പ്രപ്പോർഷനേഷൻ എന്താണ്, ഇതൊക്കെയാണ് റിഡോക്സ് റിയാക്ഷനിൽ ഓർത്തിരിക്കേണ്ടത്. പിന്നെ നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി ഫോർമുല λm = കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ എക്സ്പ്രസ്ഡ് ഇൻ മൊളാരിറ്റി ആണെങ്കിൽ യൂണിറ്റ് Ohm⁻⁻1 സെൻറ്റിമീറ്റർ സ്ക്വയർ mol⁻⁻1 ആണ്. ഇനി ഡിവൈഡഡ് ബൈ 1000 എടുക്കുന്നെങ്കിൽ യൂണിറ്റ് ഏതായിരിക്കും? Ohm⁻1 മീറ്റർ സ്ക്വയർ mol⁻1. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. യൂണിറ്റിനനുസരിച്ച് മാത്രമേ മോളാർ കണ്ടക്ടിവിറ്റിയുടെ എക്സ്പ്രഷൻ എടുക്കാവുള്ളൂ. സെൽ കോൺസ്റ്റൻറ്റ് ഓർത്ത് വെച്ചോണം. കണ്ടക്ടിവിറ്റി കാപ്പ എന്താണെന്നും ഓർത്ത് വെച്ചോണം. വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് ഡയലൂഷൻ. നമ്മുടെ കോളറാഷസ് ലോ പ്രകാരം മോളാർ കണ്ടക്ടിവിറ്റി, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എനി ഇലക്ട്രോലൈറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദി സം ഓഫ് ലിമിറ്റിംഗ് അയോണിക് കണ്ടക്ടിവിറ്റി ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ ഈച്ച് മൾട്ടിപ്ലൈഡ് ബൈ നമ്പർ ഓഫ് ഫോർമുല യൂണിറ്റ്. ആപ്ലിക്കേഷൻ ഓഫ് കോളറാഷസ് ലോ. കോളറാഷസ് ലോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ, ഇറ്റ് ഈസ് പോസിബിൾ ടു ഫൈൻഡ് ഔട്ട് ദി ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് വിച്ച് ഈസ് നോട്ട് പോസിബിൾ ബൈ അവർ ഗ്രാഫിക്കൽ മെത്തേഡ്. അപ്പം ചുമ്മാ ഞാനൊരു എക്സാമ്പിൾ മാത്രം ഇവിടെ എടുക്കുന്നേ ഉള്ളൂ. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്, എനിക്ക് അമോണിയം ഹൈഡ്രോക്സൈഡ് വീക്ക് ഇലക്ട്രോലൈറ്റ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഞാൻ ഇത്രയും ചെയ്ത് വെച്ചാൽ മതി. ഈ വീക്ക് ഇലക്ട്രോലൈറ്റിനെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ ടേംസിലേക്ക് എഴുതുക. ഏതാ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്? അമോണിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ അമോണിയം ക്ലോറൈഡ് പ്ലസ് സോഡിയം ഹൈഡ്രോക്സൈഡ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. എന്നിട്ട് ആവശ്യമില്ലാത്ത അയോൺസ് ഇവിടുന്ന് സബ്സ്ട്രാക്ട് ചെയ്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെ സബ്സ്ട്രാക്ട് ചെയ്ത് കളഞ്ഞോണം? NaCl സബ്സ്ട്രാക്ട് ചെയ്ത് കളഞ്ഞോണം. ഇനിയിപ്പം നമുക്ക് ബേരിയം ഹൈഡ്രോക്സൈഡ് ആണ് എടുക്കുന്നതെങ്കിൽ വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. എങ്ങനെ എഴുതാം? ബേരിയം ഹൈഡ്രോക്സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകൾ എഴുതുക. ബേരിയം ക്ലോറൈഡ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് 2 എടുക്കണം, കാരണം 2 OH- ഉണ്ട്. മൈനസ് ആവശ്യമില്ലാത്ത അയോൺ 2 ഇൻറ്റു ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaCl. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരുക. ഫോർ എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് NaCl, NaOH, ബേരിയം ക്ലോറൈഡ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകൾ തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ബേരിയം ഹൈഡ്രോക്സൈഡ്. ഇപ്പോൾ തന്നിരിക്കുന്ന ഫോർമുല ഉപയോഗിച്ചാൽ പോരെ. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ബേരിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതണമെന്നാണ് നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്തത്. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ബേരിയം ക്ലോറൈഡ് പ്ലസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്. പക്ഷേ 2 OH- ഉള്ളത് കൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. -2 ഇൻറ്റു ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaCl. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ബേരിയം ക്ലോറൈഡിൻ്റെ കേസിൽ തന്നിരിക്കുന്ന Z പ്ലസ് NaOHൻ്റെ കേസിൽ തന്നിരിക്കുന്നത് 2x2y. NaCl തന്നിരിക്കുന്നത് 2x. ഓപ്ഷൻ ഏതാ വരുന്നത്? Z പ്ലസ് 2y മൈനസ് 2x അല്ലെങ്കിൽ Z മൈനസ് 2x പ്ലസ് 2y. ഓപ്ഷൻ നമ്പർ 3 അല്ലേ? ഓക്കെ. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് സിമ്പിളാണ്. അക്കോർഡിംഗ് ടു ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്, ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡിപ്പോസിഡ് ഓർ ലിബറേറ്റഡ് അറ്റ് ഇലക്ട്രോഡ്, ഈ ഫിഗർ നോക്കിക്കേ, ഡിപ്പോസിഡ് ഓർ ലിബറേറ്റഡ് അറ്റ് ഇലക്ട്രോഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ് ത്രൂ ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ W ഈസ് ഈക്വൽ ടു ഇക്വലൻ്റ് വെയിറ്റ് ഡിവൈഡഡ് ബൈ 96,500 ഇൻറ്റു Q അല്ലെങ്കിൽ I ഇൻറ്റു T ഉപയോഗിക്കാം. സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് പ്രകാരമാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ W1/W2 ഈസ് ഈക്വൽ ടു E1/E2 ഓർത്തിരുന്നോണം കേട്ടോ. അതുപോലെ തന്നെ
ഫാരഡേസ് ലോയിൽ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടതാണ് 1 ഫാരഡേ എന്ന് പറയുന്നത് ചാർജ് ക്യാരീഡ് ബൈ 1 മോൾ ഓഫ് ഇലക്ട്രോൺ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 96,500 കുളമ്പ്. 1 ഫാരഡേ ക്യാൻ ഡിപ്പോസിറ്റ് ഈക്വലൻ്റ് വെയിറ്റ് ഓഫ് എനി സബ്സ്റ്റൻസ് അറ്റ് ദ ഇലക്ട്രോഡ്. നേരെ മറിച്ച് n ഫാരഡേ ക്യാൻ ഡിപ്പോസിറ്റ് 1 മോൾ ഓഫ് സബ്സ്റ്റൻസ് അറ്റ് ദി ഇലക്ട്രോഡ്. ഈ 3 പോയിന്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫാരഡേസ് ലോയിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്ന് ശ്രമിച്ച് നോക്കിക്കും. 3 ഫാരഡേയാണ് നമ്മൾ ഈ 3 സൊല്യൂഷനിലൂടെ പാസ് ചെയ്യുന്നത്. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിലുള്ളത് സിൽവർ അയോൺ, കോപ്പർ നൈട്രേറ്റ് സൊല്യൂഷനിലുള്ളത് Cu2+, അലുമിനിയം ക്ലോറൈഡ് സൊല്യൂഷനിലുള്ളത് Al3+. 3 ഫാരഡേ ഞാൻ പാസ് ചെയ്യുന്നു. 3 ഫാരഡേ പാസ് ചെയ്യുമ്പോൾ 1 ഫാരഡേ ആണെങ്കിൽ 1 മോൾ സിൽവർ ആണ്. 3 ഫാരഡേ പാസ് ചെയ്യുമ്പോൾ 3 മോൾ സിൽവർ ഡിപ്പോസിറ്റ് ചെയ്തല്ലോ. കോപ്പർ എത്ര ഡിപ്പോസിറ്റ് ചെയ്തു? 2 മോൾ കോപ്പർ ആണെങ്കിൽ 2 ഫാരഡേ ആണെങ്കിൽ 1 മോൾ ഡിപ്പോസിറ്റ് ചെയ്യും. അപ്പം ഞാൻ 3 ഫാരഡേ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ഡിപ്പോസിറ്റ് ചെയ്യണം? 1.5 മോൾ കോപ്പർ അല്ലേ ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത്. അലുമിനിയം ആണെങ്കിൽ എത്ര ഡിപ്പോസിറ്റ് ചെയ്യും? 1 മോൾ ഡിപ്പോസിറ്റ് ചെയ്യും. 1 മോളാണല്ലോ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ റേഷ്യോ എനിക്ക് കിട്ടുന്നത് എത്രയാണ്? 3:1.5:1. അഥവാ ഞാൻ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഫ്രാക്ഷൻ ഒഴിവാക്കുന്നു. 6:3:2. ഓപ്ഷൻ ഏതാ വരുന്ന ആൻസർ? ഓപ്ഷൻ നമ്പർ 2. അപ്പോൾ അവിടെ എത്ര ഓർക്കാനുള്ളൂടാ? n ഫാരഡേ ആണ്. n എന്ന് പറഞ്ഞാൽ അവിടെ ഇൻവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസ്. n ഫാരഡേ ആണെങ്കിൽ 1 മോൾ ആയിരിക്കും ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. പിന്നുള്ളത് നമുക്ക് കുറച്ചും കൂടെ ഫെമിലിയർ ആയിട്ടുള്ള നേൺസ്റ്റ് ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. നേൺസ്റ്റ് ഇക്വേഷൻ പ്രകാരം റിഡക്ഷൻ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനാണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ മൈനസ് 0.0591 ഡിവൈഡഡ് ബൈ n ഇൻറ്റു ലോഗ് 1 ബൈ കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽ അയോൺ. നേൺസ്റ്റ് ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് സെൽ പൊട്ടൻഷ്യൽ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ മൈനസ് 0.0591 ഡിവൈഡഡ് ബൈ n ഇൻറ്റു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ അറ്റ് കാഥോഡ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ അറ്റ് ആനോഡ്. EMFും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്ത് വെച്ചോണം, വളരെ പ്രധാനപ്പെട്ട ഇക്വേഷനാണ്. E0 സെൽ ഈസ് ഈക്വൽ ടു 0.0591 ഡിവൈഡഡ് ബൈ n ഇൻറ്റു ലോഗ് KC. അതുപോലെ തന്നെ ഫ്രീ എനർജി ചേഞ്ചും EMFും ആണെങ്കിൽ ഡെൽറ്റ G ഈസ് ഈക്വൽ ടു -NF E സെൽ എടുക്കാം. സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആണെങ്കിൽ -NF E0 സെല്ല്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കടാ. നമുക്കൊരു സെൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. നിക്കൽ കമ്പൈൻസ് വിത്ത് സിൽവർ അയോൺ ടു ഗീവ് നിക്കൽ 2+ ആൻഡ് സിൽവർ. സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ചാണ് കണ്ടുപിടിക്കേണ്ടത്. ഡയറക്റ്റ് ആയിട്ട് ഡെൽറ്റ G0 ഈസ് ഈക്വൽ ടു -NF E0 സെൽ എടുത്താൽ പോരെ? നമുക്കിവിടെ ചെയ്യാം. ഡെൽറ്റ G0 ഈസ് ഈക്വൽ ടു -NF E0 സെല്ല്. എടാ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, n വാല്യൂ എത്ര തന്നിരിക്കുന്നത്? n എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമല്ലേ, അത് എത്രയാ? 2 അല്ലേ? 2 ഫാരഡേ 96,500. E0 സെല്ല് 1.05 വോൾട്ട്. അപ്പോൾ ഇവിടെ കുളമ്പ് വോൾട്ടാണ് യൂണിറ്റ് കിട്ടുന്നത്. കുളമ്പ് വോൾട്ട് എന്ന് പറയുന്നത് ജൂളാ. പക്ഷേ ഓപ്ഷൻ നോക്കിക്കുക നിങ്ങൾ, കുളമ്പ് വോൾട്ട് അഥവാ ജൂളിലല്ല വേണ്ടത്, കിലോ ജൂളിലാണ്. അപ്പോൾ കിട്ടുന്ന ജൂളിനെ നിങ്ങൾ ഏതിലേക്ക് കൺവേർട്ട് ചെയ്തോണം? കിലോ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്തോണം. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഹിയർ വി ഗെറ്റ് ദി ആൻസർ ആസ് ഓപ്ഷൻ നമ്പർ 4. ഓക്കെ. അപ്പം ഈ നമ്മുടെ റിഡോക്സ് റിയാക്ഷനും അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയും ഒരുമിച്ച് നിങ്ങൾ പഠിച്ചു പോകേണ്ട ചാപ്റ്ററാണ്. കുറച്ചും കൂടി നമുക്ക് കോൺസെപ്റ്റുകൾ സിമിലാരിറ്റി ഉള്ളതാണ്. അപ്പം ശരിക്കും റിഡോക്സ് റിയാക്ഷൻ്റെ കണ്ടിന്യൂറ്റി തന്നെയാണ്, കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ടോപ്പിക് തന്നെയാണ് ഇലക്ട്രോ കെമിസ്ട്രി. അതുകൊണ്ടാണ് ഞാനത് ഡിസ്കസ് ചെയ്തു ആ രീതിയിൽ. അപ്പം നന്നായിട്ട് നല്ല രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ് ഞാൻ ഈ ഡിസ്കസ് ചെയ്ത് 4 എണ്ണം. അപ്പം ഏറ്റവും നന്നായിട്ട് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.